بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. تحفة المحتاج രണ്ടാം വാള്യം പേജ് 24. വയുക്റഹു കറാഹത്താക്കപ്പെടും അൽ ജുലൂസു മാദ്ദൻ റിജിലൈഹി രണ്ട് കാൽ നീട്ടിയവനായി ഇരിക്കൽ. വൽ ഇഖ്ആഉ അതുപോലെ നായ ഇരുത്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇഖ്ആഉം കറാഹത്താണ്. ഫി ജുസ്ഇൻ മിൻ അജ്സാഇ സ്വലാത്തി നിസ്കാരത്തിന്റെ ഏത് ഭാഗത്തിലും, നൃത്തത്തെ തൊട്ട് പകരമായി ഇരിക്കുകയാണെങ്കിലും അത്തഹിയാത്തിന്റെ ഇരുത്തമാണെങ്കിലും ഇടയിലുള്ള ഇരുത്തമാണെങ്കിലും ഏത് ഭാഗത്തിലും ഈ രൂപത്തിലുള്ള ഇരുത്തങ്ങൾ കറാഹത്താക്കപ്പെടും. ലിന്നഹി സ്വഹീഹി അൻഹു ഇഖ്ആ ഇരുത്തം നായ ഇരുത്തം പാടില്ല എന്ന സ്വഹീഹായ നഹി വിരോധം വന്നതിന് വേണ്ടി. എന്താണ് ഇഖ്ആ? വഫസ്സറഹുൽ ജുംഹൂറു ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ വ്യാഖ്യാനിച്ചു. ബി അൻ യജ്ലിസ അലാ വരികൈഹി ഒരാൾ അയാളുടെ രണ്ട് ചന്തിയുടെ മേൽ ഇരിക്കൽ കൊണ്ട്. നാസിബൻ റുക്ബത്തൈഹി രണ്ട് മുട്ടുംകാൽ നാട്ടിവെച്ചവനായിട്ട്. അതാണ് ഇഖ്ആഇന്റെ ഇരുത്തം. ബിഅൻ യജ്ലിസ അലാ വരികൈഹി വഹുമ ഈ വരികൈനി എന്ന് പറഞ്ഞാൽ രണ്ട് ചന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ലു ഫഖിദൈഹി അവന്റെ രണ്ട് തുടയുടെ മുരട്, രണ്ട് തുടയും സംഗമിക്കുന്ന സ്ഥലം. വഹുവ അതുകൊണ്ട് ഉദ്ദേശം അൽ അല്യാനി വരിക്ക് എന്ന് പറഞ്ഞാൽ അൽ അല്യാനി രണ്ട് ചന്തിയാകുന്നു. കദാ ഖാലഹു ഷൈഖുന ഇങ്ങനെയാണ് നമ്മുടെ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. വയൽസമുഹു ആ പറഞ്ഞതിനാൽ ലാസിമായി വരും ഇത്തിഹാദുൽ വരിക്കി വൽ അല്യത്തി വരിക്ക് എന്ന് പറഞ്ഞാലും അല്യത്ത് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ് എന്ന് വരും. വലൈസ കദാലിക കാര്യം രണ്ടും ഒന്നല്ല. എന്താണ് കാരണം രണ്ടും ഒന്നല്ല എന്ന് പറയാൻ കാരണം എന്ത്? ഫഫിൽ ഖാമൂസി ഖാമൂസ് എന്ന കിതാബിൽ ലുഗത്തിന്റെ കിതാബിലുണ്ട് അൽ ഫഖിദു മാ ബൈന സാഖി വൽ വരിക്കി. ഫഖദ് എന്ന് പറഞ്ഞാൽ തുട, മാ ബൈന സാഖി തണ്ടങ്കാലിന്റെയും വൽ വരിക്കി ചന്തിയുടെയും ഇടയിലുള്ള ഭാഗമാണ് തുട. വഹുവ അപ്പൊ വരിക്ക് എന്ന് പറഞ്ഞാൽ മാ ഫൗഖൽ ഫഖദി തുടയുടെ മുകൾ ഭാഗമാണ്. വതവർറക ഇനി മറ്റൊരു ലുഗത്ത് പറയുന്നു തവർറക എന്ന പ്രയോഗമുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഇഅ്തമദ അലാ വരിക്കിഹി ഒരാൾ അയാളുടെ ചന്തിയുടെ മേൽ ആഞ്ഞിരുന്നു, ഊന്നൽ നൽകിയിരുന്നു, ഊന്നിയിരുന്നു എന്നൊക്കെ പറയും. വതവർറക ഫുലാനുൻ അസ്വബിയ്യ എന്ന് അറബിയിൽ പ്രയോഗിക്കും. അതിന്റെ അർത്ഥം എന്താ? ജഅലഹു അലാ വരിക്കിഹി ഒരാൾ കുട്ടിയെ ആക്കി, അലാ വരിക്കിഹി അവന്റെ ഊരയുടെ മേൽ ഒക്കത്തിരുത്തി എന്ന് പറയും. മുഅ്തമിദൻ അലൈഹ
വരിക്കിന്റെ മേൽ അവലംബിച്ചവനായിട്ട് അവന്റെ ഒക്കത്ത് ഊരയിൽ ഇരുത്തി എന്ന് പ്രയോഗിക്കും. അതുപോലെ വതവർറക ഫിസ്വലാത്തി എന്ന പ്രയോഗമുണ്ട്. അതിനർത്ഥം വളഅൽ വരിക്ക അല റിജ്ലിൽ യുംന, വരിക്കിനെ ഇടത്തെ കാലിന്റെ മേലിൽ വെച്ചു എന്ന് ഭാഷ. വഹാദ മൻഹിയുൻ അൻഹു അല റിജ്ലിൽ യുംന, വലത്തെ കാലിന്റെ മേൽ വെച്ചു എന്ന്. വലത്തെ കാലിന്റെ മേലല്ല നിസ്കാരത്തിൽ വെക്കല്. വഹാദ മൻഹിയുൻ അൻഹു, നിസ്കാരത്തിൽ അത് വിരോധിക്കപ്പെട്ടതാണ്. ഔ വദഅൽ അല്യൈനി ഔ ഇഹ്ദാഹുമ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം രണ്ട് ചന്തിയെ അല്ലെങ്കിൽ രണ്ടിൽപ്പെട്ട ഒരു ചന്തിയെ വെച്ചു അലൽ അർളി, ഭൂമിയിൽ വെച്ചു, അങ്ങനെയും അതിനർത്ഥമുണ്ട്. വൽ അല്യത്തു, അല്യത്ത് എന്ന് പറഞ്ഞാൽ അൽ അജീസത്തു, ചന്തിക്കെട്ട്, അരക്കെട്ട്. ഔ മാ യർക്കബുൽ അജ്സ മിൻ ഷഹ്മിൻ വലഹ്മിൻ, അല്ലെങ്കിൽ അല്യത്തിന് എങ്ങനെയും അർത്ഥം പറയാം. അവന്റെ പിൻഭാഗത്തെ പേറി നടക്കുന്നത്, മിൻ ഷഹ്മിൻ, പിൻഭാഗത്തെ പേറി നടക്കുന്ന വസ്തുക്കൾ ഷഹ്മ് നെയ്യും, വലഹ്മിൻ മാംസഭാഗങ്ങളും ഒക്കെ ഉള്ളത്. വൽ അജീസത്തു അൽ അജ്സു, അജീസത്ത് എന്ന് പറഞ്ഞാൽ അജ്സ്. വഹുവ, അതെന്താണ്? അത് മുഅഖറു ഷൈഇ, ഒരു വസ്തുവിന്റെ പിൻഭാഗം. ഇതുവരെ പറഞ്ഞത് കാമൂസിലുള്ള വരിക്കുമായി ബന്ധപ്പെട്ട ഭാഷാപ്രയോഗങ്ങളാണ്. ഹാദാ ഹാസിലു മാ ഫീഹി, ഈ പറഞ്ഞതെല്ലാം കാമൂസിലുള്ളതിന്റെ ആകത്തുകയാണ്. ഫീ മഹാലിഹി, അതിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞതിന്റെ ആകത്തുകയാണ്. വഹുവ, ഈ പറഞ്ഞ ഹാസിലെല്ലാം കൂടി സ്വരീഹുൻ വ്യക്തമാക്കുന്നത് ഫി തഗായുരിൽ വരിക്കി വൽ അല്യത്തി വൽ ഫഖിദി, വരിക്ക്, അല്യത്ത്, ഫഖിദ് ഇവകളെല്ലാം വ്യത്യസ്തമാണ് എന്നതിനെ വ്യക്തമാക്കുന്നു. ലാകിന്നഹു, പക്ഷേ കാമൂസ് ലം യുബയ്യിൻ വ്യക്തമാക്കിയിട്ടില്ല അൽ ഹദ്ദൽ ഫാസില ലിൽ വരിക്കി, ഏതാണ് വരിക്കിന്റെ അതിർത്തി, അനിൽ ആഖറൈനി, അല്യത്തും ഫഖിദിനെയും തൊട്ട് വരിക്കിനുള്ള അതിർത്തി ഏതാണ് എന്ന് കാമൂസിൽ വ്യക്തമാക്കിയിട്ടില്ല. വയുബയ്യിനുഹു, എന്നാൽ അതിനെ വ്യക്തമാക്കുന്നുണ്ട്. മാ സഅദ്കുറുഹു, ഞാൻ ശേഷം പറയാൻ പോകുന്ന ഉദ്ധരണി. ഫിൽ ജറാഹി, ജറാഹിന്റെ ബാബിൽ ദിയത്ത് വിശദീകരിക്കുമ്പോൾ, അത് തുഫയുടെ 8-ാം വാള്യം 485-ാം പേജിൽ അവിടെ പറയുന്നുണ്ട്. അന്നൽ വരിക ഹുവൽ മുത്തസിലു ബി മഹല്ലിൽ ഖുഊദി, അതിർത്തി പറയുകയാണ്. വരിക്ക് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഇരിപ്പിടം, ഇരിപ്പിടത്തോട് ചേർന്ന് നിൽക്കുന്ന ശരീരഭാഗം. അതെന്തിനാൽ? മിനൽ അല്യത്തി, അല്യത്തിനാൽ. അപ്പോൾ ഇരിപ്പിടം എന്ന് പറഞ്ഞത് അല്യത്താണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ശരീരഭാഗത്തിനാണ് വരിക്ക് എന്ന് പറയുന്നത്. വഹുവ മുജവ്വഫുൻ, ആ വരിക്ക് ജൗഫുള്ള ഭാഗമാണ്, ഉള്ളുള്ള ഭാഗമാണ് എന്ന് മാത്രവുമല്ല, വലഹു ഇത്തിസാലും ബിൽ ജൗഫിൽ ആളം, ജൗഫുൽ ആളം നമ്മുടെ ആമാശയം, ശരീരത്തിലെ ആന്തരിക അവയവമായ ആമാശയത്തോട് അതിന് ബന്ധവും ഉണ്ട്. അങ്ങനെയുള്ള ജൗഫുള്ള ഒരു വലിയ ഭാഗമാണ് വരിക്ക്. ബിഖിലാഫിൽ ഫഖ്ദി, ഫഖ്ദ് അങ്ങനെയല്ല. ഫഖ്ദിന് ജൗഫുൽ ആലമുമായിട്ട് ബന്ധമില്ല, അത് മുജവ്വഫ് അല്ല.
വയസ്ദുഖു അലാ ദാലിക്കൽ മുജവ്വഫി, ഈ മുജവ്വഫായ വരിക്കിന്റെ മേൽ പറയാൻ പറ്റും, അന്ന അലാഹു യൂലൗ അലൈഹി സ്വബിയു, ആ വരിക്കിന്റെ മുകൾ ഭാഗത്താണ് കുട്ടിയെ വെക്കപ്പെടുന്നത്. കുട്ടിയെ ഒക്കത്തിരിക്കുക അല്ലെങ്കിൽ അരക്ക് വെക്കുക എന്നൊക്കെ പറയും. അരഭാഗത്ത് കുട്ടിയെ പിടിക്കുക, ഒക്കത്ത് വെക്കുക എന്നത് ഇതിന്റെ മുകൾ ഭാഗത്താണ്. വസ്ഫലഹു, വരിക്കിന്റെ അടിഭാഗം യൂലൗ അലൽ അർലി, ഇരിക്കുന്ന സമയത്ത് നിലത്ത് വെക്കപ്പെടുന്നതുമാണ്. ഈ പറഞ്ഞതുകൊണ്ടൊക്കെ ഫദിക്റുൽ ഖാമൂസി ലിഹാദൈനി, ഖാമൂസ് ഈ വരിക്കിനെയും അന്യത്തിനെയും പറയൽ മുഷീറുൽ ലിമാ ദക്കർതുഹു, നാം പറഞ്ഞതിലേക്ക് സൂചന നൽകുന്നുണ്ട്. ഫതഅമ്മൽഹു, പ്രത്യേകം ചിന്തിച്ച് മനസ്സിലാക്കുക. വമാ ദക്കറഹു മിൻ കറാഹത്തി വദഇഹി അലൽ യുംന, വലത്തെ കാലിന്റെ മേലിൽ വരിക്ക് വെക്കൽ കറാഹത്താണെന്ന് ആ പറഞ്ഞ കാര്യം ഖാമൂസിൽ പറഞ്ഞത് വാളിഹുൻ, അത് വളരെ വ്യക്തമാണ്. കാരണം സുന്നത്തായ തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുന്നത് വലത്തെ കാലിന്റെ മേലല്ല, ഇടത്തെ കാലിന്റെ മേലിൽ ചന്തി വെക്കലാണ്. അപ്പൊ ഖാമൂസിൽ ആ പറഞ്ഞ കാര്യം അത് മൻഹിയാണ് എന്നത് വളരെ വ്യക്തമാണ്. നാസ്വിബൻ റുക്ബത്തൈഹി, ഇഖ്ആഇ ഇരുത്തം എന്താണ്? നാസ്വിബൻ റുക്ബത്തൈഹി, രണ്ട് മുട്ടിനെ നാട്ടിയവനായിരിക്കലാണ്. സാദ അബൂ ഉബൈദ റഹിമഹുല്ല വർദ്ധിപ്പിച്ചു, മഅ വളഇ യദൈഹി ബിൽ അർളി, അവന്റെ രണ്ട് കൈയും നിലത്ത് കുത്തലോടുകൂടെ എന്നുകൂടി കൂട്ടിയിട്ടുണ്ട്. വലഅല്ല ഹാദാ ഷർത്തുൽ ലിതസ്മിയതിഹി ഇഖ്ആഅൻ, ഈ ഇരുത്തത്തിന് ഇഖ്ആ എന്ന് പേര് വെക്കാനുള്ള നിബന്ധന, അത് നിബന്ധനയാണ് നിലത്ത് കൈ കുത്തുക എന്നുള്ളത്. അങ്ങനെ ആയേക്കാം. ലാ ശർഅൻ, ശർഇൽ ഇഖ്ആ എന്ന് പറയണമെങ്കിൽ അത് നിർബന്ധമില്ല. വഹിക്മത്തു കറാഹത്തി, ഈ ഇഖ്ആ ഇരുത്തം കറാഹത്താവാനുള്ള ഹിക്മത്ത് മാ ഫീഹി, ആ ഇരുത്തത്തിലുള്ള ഒരു സംഗതിയാണ്. മിനത്ത് തശബ്ബുഹി ബിൽ കിലാബി വൽ ഖിറദത്തി, നായകളോടും കുരങ്ങുകളോടും സാദൃശ്യമാവുക എന്നുള്ളതുണ്ട് ആ ഇരുത്തത്തിൽ. കമാഫി റിവായത്തിൻ, അങ്ങനെ വേറെ റിവായത്തിലുണ്ട് താനും. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.